വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 7-ാം അധ്യായം 47-ാം വാക്യം. അതിനാൽ ഞാൻ നിങ്ങളോട് പറയുന്നു, ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. ഇവൾ അധികം സ്നേഹിച്ചു. ഒരു പാപിനി ഒരു വിരുന്ന് സൽക്കാരത്തിനിടയിൽ ഒരു ഭവനത്തിലേക്ക് കയറി ചെല്ലുകയാണ്. ജീവിതത്തിൻ്റെ താളമെങ്ങനോ നഷ്ടപ്പെട്ട ജീവിതം അവൻ്റെ പക്കലേക്ക് പാപമോചനത്തിനായി എത്തുകയാണ്. നൽകാൻ കഴിയുന്ന സ്നേഹമെല്ലാം ആര് നിൽക്കുന്നു എന്ന ചുറ്റുപാട് നോക്കാതെ ക്രിസ്തുവിന് നൽകുകയാണ്. ശേഷം കാണുന്ന രംഗമാണ് നമ്മൾ കാണുന്നത്. ഇവളുടെ നിരവധിയായ പാപങ്ങൾ ക്ഷമിക്കപ്പെട്ടിരിക്കുന്നു. എന്തെന്നാൽ ഇവൾ അധികം സ്നേഹിച്ചു. സുവിശേഷത്തിൽ ഒരല്പം ഇടം ഈ പാപിനിയായ പെണ്ണിന് എങ്ങനെ കിട്ടി? ഇവൾ അധികം സ്നേഹിച്ചു എന്നതാ. വിരുന്നു നൽകിയവന് പോലും കിട്ടാത്തൊരു സ്ഥാനം, ഒരുപക്ഷെ മുന്തിയ വിഭവങ്ങൾ വിളമ്പിയ, വലിയ പണം ചെലവാക്കി വിളമ്പിയ വിരുന്ന് ക്രിസ്തുവിന് മുമ്പിൽ നിൽക്കുമ്പോഴും ആ വിരുന്നിനപ്പുറത്ത് ഒരുപക്ഷെ ആ ലഭ്യമായ സാമ്പത്തികമായ കൃപയ്ക്കപ്പുറത്ത് സ്വർഗം വിലയിട്ടത് ഇവളുടെ സ്നേഹത്തിനാണ്. ഇത് ദൈവത്തിനു മുമ്പിൽ വിലപ്പെട്ടതാണ് എന്ന് പ്രിയമകനെ തിരിച്ചറിയണം. ഇവൾ അധികം സ്നേഹിച്ചു. മറ്റുള്ളവൻ നൽകുന്നതിനേക്കാൾ ഒരു പടി കൂടി അധികം സ്നേഹം നൽകാൻ, ഒരു പടി കൂടി കടന്ന് സ്നേഹിക്കാൻ നിന്നെ സ്വർഗം നിർബന്ധിതയാക്കുകയാണ്. ഇതാണ് അർത്ഥം. അത്രമാത്രം സ്വർഗം നിൻ്റെ ജീവിതത്തിൽ പ്രിയപ്പെട്ടതായി മാറണമെന്നർത്ഥം. ഇവൻ എൻ്റെ പ്രിയപ്പെട്ടവനാണെങ്കിൽ, ഈശോ എൻ്റെ ജീവിതത്തിൽ വിലമതിക്കാനാവാത്ത സ്വത്താണെങ്കിൽ, അവന് വേണ്ടി എന്തും നൽകാൻ നമ്മൾ തയ്യാറാകും. ഇവൾ അധികം സ്നേഹിച്ചു. ഈ പെണ്ണ് അധികം സ്നേഹിച്ചു. നാളെ എന്നെക്കുറിച്ചും അങ്ങനെ പറയുമോ? ഈ മകൻ എന്നെ അധികം സ്നേഹിച്ചു. ഈ അപ്പൻ, ഈ അമ്മ ഒരു പടി കൂടി കടന്ന് അധികം സ്നേഹിച്ച അപ്പനാണ്, അമ്മയാണ് എന്ന്. നമ്മുടെ ജീവിതം ഒരധികം സ്നേഹം മറ്റുള്ളവർ ചെയ്യുന്നത് പോലെയല്ല, ഒരു പടി കൂടി കടന്ന് അല്പം കൂടി സ്നേഹം ഹൃദയത്തിൽ നിന്ന് നൽകാൻ നിൻ്റെ ജീവിതം കൃപയുള്ളതായി മാറട്ടെ. ആമേൻ.